വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട് അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും. നാഷണൽ ഹൈവേ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി കരുതുന്നതെങ്കിൽ ഒരടി പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സമരത്തിന് ഞങ്ങൾ പിന്തുണ നൽകും. അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി UDF-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുണ്ടാകും. ഈ തീരദേശ ഹൈവേയിലേക്ക് പോകുന്നത് ശരിയല്ല. ഗവൺമെന്റ് ഇത് പുനഃപരിശോധിക്കണം. ഇത് പ്രായോഗികമല്ല. പാരിസ്ഥിതികമായും സാമൂഹികമായും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ പണി നിർത്തിവെച്ച് നന്ദിഗ്രാമിൽ നിന്നും കൊണ്ടുവന്ന മണ്ണും കൈമാറി ഈ വിഷയം അടുത്ത വരുന്ന 2 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയും അതിന്റെ ശരിയായ രീതിയിൽ ധരിപ്പിക്കുന്നതുമായി അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ ഉൾപ്പെടെ രൂപപ്പെടുത്തിയ ഈ 4 മിഷനുകൾ ഞങ്ങൾ പിരിച്ചുവിടും. ഫോണിന്റെ ഉദ്ഘാടനവുമായിട്ടോ അതിനനുബന്ധ ചടങ്ങുകളായിട്ടോ ഒരു കാരണവശാലും പ്രതിപക്ഷം സഹകരിക്കില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ 4 അഴിമതികൾ കൂടി, പ്രധാനപ്പെട്ട 4 അഴിമതികൾ കൂടി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പുറത്തു വരാൻ പോവുകയില്ല. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല.